ഹലോ പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മളെ കിതാബ് താരീഖിലെ അദ്ദർസുർ റാബിഉ നാലാമത്തെ പാഠവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നാലാമത്തെ പാഠം മദീന കരാറാണ്. മദീന കരാർ. അപ്പൊ ആ പാഠത്തിലെ തദ്രിബാത്ത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. മദീനയിൽ എത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ഇതര മതസ്ഥരോട് സാഹോദര്യം സ്ഥാപിച്ചു. അത് ശരിയാണോ തെറ്റാണോ എന്നാണ്. അത് ശരിയാണ്. അപ്പൊ നമുക്കവിടെ ശരി അടയാളപ്പെടുത്താം. ഇനി രണ്ടാമത്തത്, മദീന കരാർ മുസ്ലിങ്ങളുടെ സുരക്ഷ മാത്രം പരിഗണിച്ചാണ്. ആണോ? അല്ല, അത് എല്ലാ ആളുകളുടെയും സുരക്ഷ പരിഗണിച്ചാണ് മദീന കരാർ. അപ്പൊ അവിടെ തെറ്റിടാം. അടുത്തതോ, അൻസാറുകൾ ഔസ് ഹസ്രജ് ഗോത്രക്കാരായിരുന്നു. അൻസാറുകളാണ് ഔസ് ഹസ്രജ് ഗോത്രക്കാർ. അത് ശരിയാണ്. അടുത്തതാ, മദീന കരാർ എല്ലാവരുടെയും അവകാശങ്ങൾ പരിഗണിച്ചിരുന്നു. അത് ശരിയാണ്. എല്ലാവരുടെയും അവകാശങ്ങൾ പരിഗണിച്ചിരുന്നു. അപ്പൊ അത് നമുക്കവിടെ ശരി അടയാളപ്പെടുത്താം. ഇനി അടുത്തത് അവിടെ ചർച്ച ചെയ്യാനാണ്. അവിടെ ചർച്ച ചെയ്യാൻ വന്നത് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉസ്താദ് ക്ലാസ്സിൽ ചർച്ച ചെയ്യണം, നിങ്ങളും ഉസ്താദും കുട്ടികളുമായിട്ട്. അപ്പൊ അവിടെ ഒന്നാമത് വന്ന മദീന കരാറിന്റെ അനിവാര്യത എന്തായിരുന്നു എന്നാണ്. മദീന കരാറ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വന്നപ്പോഴേ അവിടെ വളരെ ന്യൂനപക്ഷമായിരുന്നു മുസ്ലിങ്ങൾ. മദീനയിൽ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകൾ താമസിച്ചിരുന്നു. അവര് വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം ഉള്ളവരായിരുന്നു. അപ്പൊ ഈ വ്യത്യസ്ത ആചാരങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ഉള്ളവര് ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം ക്രമീകരിക്കാനും തർക്കങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ഒരു കരാറ്, ഒരു വ്യവസ്ഥ ആവശ്യമായി. അതാണ് മദീന കരാറ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാർ ഉണ്ടാക്കി. അതാണ് മദീന കരാർ. അപ്പൊ അത് ഉണ്ടാക്കിയത് എല്ലാ വിഭാഗ ആളുകളുടെയും സഹകരണവും നീതിയും സമത്വവും ഒക്കെ ലക്ഷ്യമാക്കിയിട്ടാണ്. എല്ലാവരുടെയും അവകാശങ്ങളൊക്കെ പരിഗണിച്ചാണ്. അപ്പൊ അത് അവിടെ മനസ്സിലാക്കിയാൽ മതി. അടുത്ത് പിന്നെ രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിബോധം മദീന കരാറിലൂടെ എങ്ങനെയാണ് വായിച്ചെടുക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരുടെയും അവകാശങ്ങൾ പരിഗണിച്ചിരുന്നു. മദീനയിൽ ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാക്കി. ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കാൻ ആ കരാറ് കൊണ്ട് സാധിച്ചു. അതിലൂടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ആളുകൾക്കും നീതിയും സമാധാനവും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതോടെ പാഠത്തിന്റെ അവസാനത്തിലൊക്കെ പറയുന്നുണ്ട്, അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അവിടെ മൂന്നാമത് വരുന്നത്, ഈ കരാറിലെ മൂല്യങ്ങൾ ഇക്കാലത്തെ പ്രസക്തി ഇന്ത്യൻ സാഹചര്യത്തിൽ ചർച്ച ചെയ്യാനാണ്. ഈ മദീന കരാറ് പ്രകാരം ഇക്കാലത്തെ സാഹചര്യത്തോട് ആസ്പദമാക്കി നോക്കുമ്പോൾ നീതിയും സമത്വത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന ആ മദീന കരാറ് ഇന്ന് നിലവിലില്ല. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അക്കാലത്ത് അവസാനിച്ചെങ്കിൽ ഇപ്പോ ഗോത്രങ്ങൾക്ക് പകരം പല മതസ്ഥരും പല രാജ്യങ്ങളും തമ്മിൽ കലഹിക്കുന്നു. ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടന അത് എല്ലാ വിഭാഗം ആളുകൾക്കും പറ്റുന്നതായിരുന്നു. എന്നാൽ ഇന്ന് പല മതവിഭാഗങ്ങൾക്കും പല നിയമങ്ങളുമാണ്. അതൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ രൂപത്തിൽ ഇവിടെ മനസ്സിലാക്കാം. ഇനി ഉത്തരം എഴുതാനാണ് മൂന്നാമത്തെ വർക്ക് വരുന്നത്. മദീനയിലെ പ്രധാന ജൂത ഗോത്രങ്ങൾ ഏതെല്ലാം? മദീനയിലെ പ്രധാന ജൂത ഗോത്രങ്ങള്, മദീനയിലെ അൻസ്വാർ ഗോത്രങ്ങള് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഔസ് ഹസ്രജ് ഗോത്രങ്ങളാണ് അൻസ്വാർ ഗോത്രങ്ങൾ. അപ്പൊ ഇവിടെ ചോദ്യം ജൂത ഗോത്രങ്ങളാണ്. ബനു കൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ, ഇതാണ് ജൂത ഗോത്രങ്ങൾ. അപ്പൊ അത് നമുക്ക് എഴുതാം. രണ്ടാമത്തത്, വിവിധ വിഭാഗങ്ങൾക്കിടയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്താണ്? എന്താണ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാർ ഉണ്ടാക്കി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അപ്പൊ അത് നമുക്ക് അവിടെ എഴുതാം. അതാണ് മദീന കരാർ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. മൂന്നാമത്തെ ചോദ്യം, മദീന കരാർ കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമാണ്? മദീന കരാർ കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്താണ്?
മദീന സുരക്ഷിതത്വം നിറഞ്ഞ ഒരു സ്ഥലമായി മാറി. ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി. ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കാൻ ഈ കരാറിന് സാധിച്ചു. അതാണ് മദീന കരാർ കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ. മദീനയിൽ സുരക്ഷിതമായിട്ട് എല്ലാവർക്കും താമസിക്കാൻ കഴിഞ്ഞു. എല്ലാവരും പരസ്പര ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കുന്നതായിരുന്നു ഈ കരാറ്. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മദീന കരാറ് എന്താണ്? മദീന കരാറ് ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടനയാണ്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു. നീതിയും സമത്വവും പ്രോത്സാഹിപ്പിച്ചു. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ചു. ഇതൊക്കെയാണ് മദീന കരാറ്. അപ്പൊ ഇത്രയാണ് മദീന കരാർ എന്ന പാഠത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങള്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക, പഠിക്കുക. നമുക്ക് നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.